ഹലോ, നമസ്കാരം. നമ്മളെല്ലാവരും ഒരുപാട് ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്ത് ചെയ്യുക, നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് എന്ത് ചെയ്യുക, ഒരു ജോലി എന്നുള്ളത്. ഒരു ജോലി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യുക, ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുക, നമ്മളിന്ന് നോക്കാനായിട്ട് പോവുക. അപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷന് 2 പാർട്ടാണ് ഉള്ളത്. ഒരു കവർ ലെറ്റർ ഉണ്ടാകും, ഒരു റെസ്യൂമെയും ഉണ്ടാകും. ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു സെയിൽസ് ലെറ്ററായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരു ഫോർമൽ ലെറ്ററാണ്, പക്ഷെ അതൊരു സെയിൽസ് ലെറ്റർ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെറ്ററാണ് എന്ത് ചെയ്യുക, കവർ ലെറ്റർ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്ത് പൊട്ടൻഷ്യൽ എംപ്ലോയർക്ക് നമ്മൾ പറയുകയാണ്, നമ്മളെ തന്നെ വിൽക്കുന്ന ഒരു ലെറ്ററാണ് എന്ത് ചെയ്യുക, കവർ ലെറ്റർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്ന ലെറ്ററാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്യാൻഡിഡേറ്റിനെ, അതായത് നമ്മുടെ ഹയറിംഗ് മാനേജർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക, കവർ ലെറ്ററിൻ്റെ പർപ്പസായിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് എന്ത് ചെയ്യുക, റെസ്യൂമേ എന്ന് നമ്മൾ പറയുക. റെസ്യൂമേ എന്ന് പറയുന്നത് ബേസിക്കലി വളരെ സിമ്പിളുള്ള സംഭവമാണ് എന്ത് ചെയ്യുക, ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഇപ്പോൾ ഞാനാണ് റെസ്യൂമേ അയക്കുന്നതെങ്കിൽ എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുക, റെസ്യൂമേ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കവർ ലെറ്റർ എന്താണ് എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒരു കവർ ലെറ്റർ ബേസിക്കലി പറഞ്ഞ പോലെ ഒരു സെയിൽസ് ലെറ്ററാണ്. നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യുന്ന, നമ്മുടെ കഴിവുകളൊക്കെ പറയുന്ന, നമുക്ക് ആ ഒരു ജോലിയോട് താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ലെറ്ററാണ് എന്ത് ചെയ്യുക, കവർ ലെറ്റർ എന്ന് പറയുക. അതിന് നമുക്ക് മെയിൻലി 10 പാർട്ടുകളാണ് എന്ത് ചെയ്യുക, ഒരു കവർ ലെറ്ററിന് ഉള്ളത്. ഒന്നാമത്തെ പാർട്ടാണ് എന്ത് ചെയ്യുക, കോൺടാക്ട് ഇൻഫർമേഷൻ. നമ്മുടെ അയക്കുന്ന ആളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, നമ്മുടെ പേരുണ്ടാവണം, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവണം, നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യണം, കവർ ലെറ്ററിൻ്റെ ഏറ്റവും ആദ്യം തന്നെ വരണം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഡേറ്റ് വരുന്നത്. ഏത് ദിവസമാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് ആ ദിവസത്തെ ഡേറ്റ് വേണം. അതിൻ്റെ താഴെ എംപ്ലോയറുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, നമ്മൾ ആർക്കാണോ ഈ ലെറ്റർ അയക്കുന്നത് അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ പേര്, ഡെസിഗ്നേഷൻ, അവരുടെ കമ്പനിയുടെ പേര്, അതൊക്കെ. അതിൻ്റെ താഴെ വരുന്നതാണ് എന്ത് ചെയ്യുക, സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ലൈൻ ഒരു ജോബ് ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്ന സംഭവമാണ്. പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ പേര് എഴുതുക. ഒന്നുകൂടെ പറയാം, ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, മാനേജർ ആണെങ്കിൽ മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ലൈൻ്റെ താഴെയുള്ളതാണ് എന്ത് ചെയ്യുക, സല്യൂട്ടേഷൻ എന്ന് പറയുക. ഡിയർ സാർ ഓർ മാഡം എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത് ചെയ്യുക, സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ് ബോഡി പാരഗ്രാഫുകൾ വരിക. ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുക, നമ്മൾ ഈ പരസ്യം അഡ്വർടൈസ്മെൻറ്റ് എവിടെ കണ്ടതെന്ന് പറയുക, നമ്മൾ ഈ ജോലിക്ക് നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക, ബോഡി പാരഗ്രാഫുകൾ നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുക, ക്ലോസിംഗ് എന്ന് പറയുന്നത്. ക്ലോസിങ്ങിനകത്ത് പറയുന്നത് യൂസ് സിൻസിയർലി, യൂസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെറ്ററുകൾ അവസാനിപ്പിക്കാറില്ലേ, അതാണ് എന്ത് ചെയ്യുക, ക്ലോസിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ നമ്മൾ സൈൻ ചെയ്യണം. അതിൻ്റെ താഴെ നമ്മുടെ പേരെഴുതുക. ഏറ്റവും ലാസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് എൻക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. ഈ എൻക്ലോഷേഴ്സ് എന്ന് പറയുന്ന പാർട്ടിലാണ് എന്ത് ചെയ്യുക, നമ്മൾ കവർ ലെറ്ററിൻ്റെ കൂടെ വേറെ എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, റെസ്യൂമേ വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ റെസ്യൂമേൻ്റെ കാര്യം പറയണം, സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് വെച്ചിട്ടുണ്ടായിരിക്കും അത് പറയണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, എൻക്ലോഷേഴ്സിനകത്ത് നമ്മൾ പറയുക. ഇനി ഇത്രയാണ് കവർ ലെറ്ററിന് മെയിനായിട്ട് വേണ്ട പാർട്ടുകൾ. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ എന്താണ്, ഒരു ഫോർമൽ ലെറ്ററിലുള്ള സംഭവങ്ങൾ. അതിന് ഫോർമൽ ലെറ്ററിൻ്റെ പാർട്സ് തന്നെയാണ് എന്ത് ചെയ്യുക, കവർ ലെറ്ററിനുമുള്ളത്. കവർ ലെറ്റർ ഒരു തരത്തിലൊരു ഫോർമൽ ലെറ്ററാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മുടെ കഴിവുകളൊക്കെ, നമ്മുടെ ജോലിയോടുള്ള താല്പര്യമൊക്കെ പൊട്ടൻഷ്യൽ എംപ്ലോയറോട് പറയുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കവർ ലെറ്ററിന് ഉള്ളൂ. ഈ ഒരു കവർ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെച്ചാൽ കവർ ലെറ്റർ എല്ലാവരും എഴുതുന്നതാണ്, പക്ഷെ നമ്മുടെ കവർ ലെറ്റർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഇനി നമ്മൾ പറയാനായിട്ട് പോവുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം വേണ്ട സംഭവമാണ് എന്ത് ചെയ്യുക, യൂസ് എ ക്ലിയർ സബ്ജക്റ്റ് ലൈൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞായിരുന്നു എന്താണ്, കവർ ലെറ്ററിൻ്റെ സബ്ജക്റ്റ് ലൈൻ എങ്ങനെയാണ് എഴുതേണ്ടത്, ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏത് പോസ്റ്റിലേക്കാണ് എഴുതുക. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ആ വായിക്കുന്ന ആളെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ലൈൻ വളരെ ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ താഴെ വേണ്ടത്, അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്രസ് ദി റെസിപ്പിയൻ ബൈ നെയിം ഇറ്റ് സെൽഫ്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് ആ ആളുടെ പേര് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. പരമാവധി പറ്റുമെങ്കിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അഡ്രസ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
ശ്രദ്ധിക്കേണ്ട പിന്നൊരു കാര്യം, ഇമെയിലൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ലെറ്റർ അയക്കുന്നത് കുറവാണ്, മെയിൻലി ഇമെയിലൊക്കെ ആയിരിക്കും അയക്കുക. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യണം, വളരെ ഫോർമലായിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഉണ്ടാവണം. അതിനകത്ത് നിക് നെയിംസോ ഇൻഫോർമൽ വേർഡ്സോ ഒന്നും ഇമെയിൽ അഡ്രസ്സിനകത്ത് ഉണ്ടാവരുത്. വളരെ ഫോർമലായിട്ട് തോന്നുന്നൊരു ഇമെയിൽ അഡ്രസ്സ് വേണം എന്ത് ചെയ്യാൻ നമുക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ലെറ്റർ അയക്കുന്നുണ്ടാവും, ഇമെയിൽ അയക്കുന്നുണ്ടാവും. ഹയറിംഗ് മാനേജേഴ്സിന് ഇഷ്ടം പോലെ ലെറ്റേഴ്സ് ഇമെയിൽസും ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വിശാലമായിട്ട് എഴുതാൻ പോയാൽ എന്താണ്, നമ്മൾ ലെറ്ററോ ഇമെയിലോ ഒന്നും അവർ വായിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ കവർ ലെറ്റർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. ലെറ്റർ ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ ഒരു 1 പേജ് കൂടാൻ പാടില്ല. ഇനി ഇമെയിൽ അയക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 150 to 200 വേർഡ്സ്, അതിനപ്പുറത്തേക്ക് നമ്മുടെ കവർ ലെറ്റർ പോകാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമൽ ടോണൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ റെസ്യൂമേ സംഭവമൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ PDF ഫോർമാറ്റിൽ വേണം അറ്റാച്ച് ചെയ്യാൻ. അപ്പം PDF ഫോർമാറ്റ് തന്നെ വേണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, PDF ഫോർമാറ്റിൽ നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഡോക്യുമെൻറ്റിൻ്റെ ലേ ഔട്ടും ഒന്നും പിന്നെ മാറിപ്പോകത്തില്ല. അപ്പോൾ ലേഔട്ട്, നമ്മുടെ റെസ്യൂമേയുടെ ലേഔട്ടൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, PDF ഫോർമാറ്റിൽ തന്നെ ഇതയക്കണമെന്ന് നമ്മൾ പറയുക. പിന്നെ ഇതിൻ്റെ സൈസ് ഒരു 2 MB കൂടാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയക്കരുത്. ഇമെയിൽ എഴുതിയാലും അപ്പോൾ തന്നെ അയക്കരുത്. ഒരു 2 പ്രാവശ്യം ഒന്ന് വായിച്ചേക്കണം, ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നമ്മളെപ്പറ്റിയുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ എംപ്ലോയർക്കുള്ള ഫസ്റ്റ് കോൺടാക്റ്റ് ആണ് എന്ത് ചെയ്യുക, നമ്മുടെ കവർ ലെറ്ററും റെസ്യൂമേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, നമ്മളെപ്പറ്റി ഇംപ്രഷൻ അപ്പോൾ തന്നെ പോകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്യുക, പറയുന്നത് കവർ ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. എന്നിട്ട് വളരെ പരമാവധി പെർഫെക്റ്റ് ആയിട്ടുള്ള ലെറ്റർ എഴുതി അയക്കാനായിട്ട് നോക്കുക. ഇത്രയാണ് ഒരു കവർ ലെറ്ററിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കവർ ലെറ്റർ അയക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഒത്തിരി ആൾക്കാർ ലെറ്ററുകൾ അയക്കുന്നുണ്ട്. നമുക്ക് പലർക്കും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും എന്ത് ചെയ്യും, എല്ലായിടത്തേക്കും സെയിം കവർ ലെറ്ററും സെയിം റെസ്യൂമേയും അയക്കും. എന്നുവെച്ചാൽ 1 size fits all എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യും. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ ഭയങ്കര പ്രധാനമാണ്. വെച്ചാൽ മെയിൻലി നമ്മുടെ കവർ ലെറ്റർ ആയാലും റെസ്യൂമേ ആയാലും കസ്റ്റമൈസ് ചെയ്യണം. പറയുന്നത് വെച്ചാൽ, എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ, കസ്റ്റമൈസേഷൻ ഈസ് ദി സീക്രട്ട് ടു ആപ്ലിക്കേഷൻ സക്സസ് എന്നാണ് ഈ ഫീൽഡിലുള്ള ആൾക്കാർ പറയുക. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കവർ ലെറ്ററും റെസ്യൂമേ അയക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏത് ജോലിക്കാണോ അയക്കുന്നത് ആ ജോലിക്ക് വേണ്ടി ചേരുന്ന രീതിയിൽ വേണം കവർ ലെറ്ററും റെസ്യൂമേയും ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. മെയിൻലി പറയുന്ന കാരണം വെച്ചാൽ, ഒരു കവർ ലെറ്റർ ആയാലും ഒരു റെസ്യൂമേ ആയാലും ഒരു ഹ്യൂമൻ ബീയിങ് വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അതിനൊക്കെ മുമ്പ് കമ്പ്യൂട്ടർ വായിച്ച് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റെസ്യൂമേ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നാലും കസ്റ്റമൈസ്ഡ് ചെയ്ത് വന്നാലും എന്ത് ചെയ്യുള്ളൂ, ഇത് നമുക്കൊരു എന്തെങ്കിലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുള്ളൂ. കാരണം ആയിരക്കണക്കിന് റെസ്യൂമേ വരുന്നിടത്ത് നമ്മുടേത് എന്ന് തോന്നാനൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിത് കസ്റ്റമൈസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, റിസർച്ച് ചെയ്യണം. നമ്മൾ ഏത് കമ്പനിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ശരിക്കും വായിക്കുക, ആ ജോബ് പോസ്റ്റിംഗ് വായിക്കുക, ആ കമ്പനിയെ പറ്റി വായിക്കുക, അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പനിയെ പറ്റി ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കവർ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് കുറച്ച് കീവേഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കീവേഡ്സൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കീവേഡ്സ് നമ്മുടെ ആപ്ലിക്കേഷനകത്തും റെസ്യൂമേക്കകത്തും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, നമ്മുടെ റെസ്യൂമേക്ക് കുറച്ചും കൂടി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലുക്ക് വരാൻ കാരണമാകും. പിന്നെ അതുപോലെ തന്നെ വി ഹാവ് ടു ഷോ ദി നോളജ്, നമുക്ക് ആ ഒരു കമ്പനിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം കൂടെ എവിടെയെങ്കിലുമൊക്കെ ലെറ്ററിനകത്ത് നമ്മൾ കമ്പനിയെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു കവർ ലെറ്ററിന് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ വീഡിയോയുടെ കൂടെ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഫോർമാറ്റിൽ തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ലെറ്റർ ടെംപ്ലേറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ദെൻ അടുത്തായിട്ട് നമ്മൾ അപ്പം കവർ ലെറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്യൂമേ പറ്റിയാണ്. അപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ പറയുന്ന സെക്കൻഡ് പാർട്ടാണ് എന്ത് ചെയ്യുക, റെസ്യൂമേ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ റെസ്യൂമേ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്, നേരത്തെ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇറ്റ്സ് എ കൺസൈസ് സമ്മറി. അപ്പം ഒരു വ്യക്തിയുടെ, ഒരു ആപ്ലിക്കൻറ്റിൻ്റെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും സ്കിൽസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ പറയുന്നൊരു കൺസൈസ് ആയിട്ടുള്ള സമ്മറിയാണ് എന്ത് ചെയ്യുക, ഒരു വ്യക്തി ആരാണ്, ഒരു പ്രൊഫഷണലി ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളൊരു സംഭവമാണ്, ഇത് ഡോക്യുമെൻ്റാണ് എന്ത് ചെയ്യുക, റെസ്യൂമേ എന്ന് നമ്മൾ പറയുക. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എംപ്ലോയറെ കൺവിൻസ് ചെയ്യുക, നമ്മൾ ഈ റെസ്യൂമേ അയക്കുന്ന ആൾ ആ പർട്ടിക്കുലർ ജോലിക്ക് ആപ്റ്റാണ് എന്ന്
എംപ്ലോയറെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക റെസ്യൂമയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ റെസ്യൂമെ പറ്റി പറയുമ്പം നമ്മൾ പലപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു സംഭവമാണ് റെസ്യൂമെ, CV, ബയോഡേറ്റ, അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മൂന്നും ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ കുഴപ്പമെന്ന് വെച്ചാൽ മൂന്ന് തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ ഈ 3 ഡോക്യുമെൻ്റ് നമ്മൾ വ്യത്യാസം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഓരോ സാഹചര്യത്തിലും ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റെസ്യൂമെ ഓൾറെഡി പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രീഫ് ഡോക്യുമെൻ്റാണ്, ഒരു 1 പേജൊക്കെ അത് കാണത്തുള്ളൂ. അവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വലിൻ്റെ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെയാണ് എന്ത് ചെയ്യുക അവിടെ ഫോക്കസ് ചെയ്യുക. രണ്ടാമത് പറയുന്നതാണ് എന്ത് ചെയ്യുക കരിക്കുലം വിറ്റ അല്ലെങ്കിൽ CV എന്ന് പറയുന്നത്. അത് കുറേ കൂടെ ലോങ്ങും ഡീറ്റെയിൽഡും ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് എന്ത് ചെയ്യുക കരിക്കുലം വിറ്റ എന്ന് പറയുന്നത്. ഇത് മെയിൻലി അക്കാഡമിക് ഫീൽഡിലൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മൾ കരിക്കുലം വിറ്റയൊക്കെ യൂസ് ചെയ്യുക. പിന്നെയുള്ളതാണ് ബയോഡാറ്റ എന്ന് പറയുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഫാക്ച്വൽ റെക്കോർഡാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ബയോഡാറ്റയ്ക്ക് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ മെയിൻലി നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ CVയും ബയോഡാറ്റയും അല്ല നമ്മൾ വയ്ക്കുക, മെയിൻലി എന്താണ് വയ്ക്കുക, റെസ്യൂമെയാണ് വയ്ക്കുക. കാരണം അതാണ് എന്ത് ചെയ്യുക ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു റെസ്യൂമേക്കകത്ത് നമ്മൾ സ്കൂളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. റെസ്യൂമയുടെ ഫോർമാറ്റ് എന്താണെന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ റെസ്യൂമേക്കകത്ത് വേണ്ട 5 കീ കമ്പോണൻറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ കമ്പോണൻ്റാണ് എന്ത് ചെയ്യുക കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൊഫഷണൽ സമ്മറിയാണ്. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ. നാലാമത്തത് വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ്. അഞ്ചാമത്തത് സ്കിൽസ്. അപ്പം ഏത് റെസ്യൂമെ ആണെങ്കിലും ഈ 5 കമ്പോണൻറ്റുകൾ അതിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ കമ്പോണൻറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കോൺടാക്ട് ഇൻഫർമേഷനെ പറ്റിയാണ്. അപ്പോൾ കോൺടാക്ട് ഇൻഫർമേഷനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും എങ്ങനെയാണ് ഒരു എംപ്ലോയർക്ക് നമ്മളെ റീച്ച് ചെയ്യുക. വെച്ചാൽ എംപ്ലോയർക്ക് നമ്മുടെ റെസ്യൂമെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യുക കോൺടാക്ട് ഇൻഫർമേഷനകത്ത് വരിക. അവിടെ നമ്മുടെ ഫുൾ നെയിം ഉണ്ടാവണം, നമ്മളെവിടെയാകും നമ്മുടെ സിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പേരുണ്ടാവണം, ഫോൺ നമ്പർ ഉണ്ടാവണം. ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും അതിൻ്റെ കൂടെ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നുള്ളത് സംഭവം ഓപ്ഷണലാണ്. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. അത് ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് എന്ത് ചെയ്യുക ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എന്ത് ചെയ്യുക അടുത്ത മെയിൻ കമ്പോണൻ്റാണ് പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. അപ്പം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പുതിയ ജോലിയിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് പ്രൊഫഷണൽ സമ്മറി വയ്ക്കാൻ പറ്റും. പക്ഷേ പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്താണ് പ്രൊഫഷണൽ സമ്മറി വയ്ക്കാനായിട്ട് ഒത്തിരി വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ് ഇത് വീണ്ടും നമ്മളെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് എന്ത് ചെയ്യുക ഒബ്ജക്റ്റീവിനകത്ത് ഉണ്ടാവുക. ഇറ്റ്സ് എ ബ്രീഫ് ഓപ്പണിംഗ് പാരഗ്രാഫ് ദാറ്റ് ഇൻട്രൊഡ്യൂസസ് യു സമ്മറൈസിങ് യുവർ മേജർ സ്ട്രെങ്ത്സ് ആൻഡ് കരിയർ ഗോൾസ്. അപ്പം നമ്മളെ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബ്രീഫ് പാരഗ്രാഫാണ്. 2-3 സെൻറ്റൻസ്, അത് കൂടുതലൊന്നും ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വലിയ എസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. 2-3-4 സെൻറ്റൻസിനകത്തൊക്കെ പറഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മളെപ്പറ്റി എന്ന് പറയണം, നമ്മളെ മെയിനായിട്ട് സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ കരിയർ ഗോൾസ് എന്താണെന്നൊക്കെ പറയുന്നുള്ളൊരു ബ്രീഫ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ചെയ്യുക ജോബ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സമ്മറി എന്ന് നമ്മൾ പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വി ഷുഡ് ടൈലർ ഇറ്റ് ടു ദി ജോബ് യു വാണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം ഈ ജോബ് ഒബ്ജക്റ്റീവ് മോഡിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ, ഇനി റെസ്യൂമയുടെ മൂന്നാമത്തെ കമ്പോണൻ്റാണ് എന്ത് ചെയ്യുക മൂന്നാമതായിട്ട് മെയിനായിട്ട് വേണ്ട പാർട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിഗ്രി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഏതാണെന്ന് പറയണം, പഠിച്ച ഡിഗ്രിയുടെ പേര്, എവിടെ പഠിച്ചു, ഏത് വർഷമാണ് പാസ് ഔട്ടായത്, പിന്നെ എന്തെങ്കിലുമൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിനകത്ത് നമ്മൾ പറയുക. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഡിഗ്രി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് കിട്ടിയത് ആ ഓർഡറിൽ ആണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. പിന്നെ നാലാമത്തെ മെയിൻ കമ്പോണൻ്റാണ് എന്ത് ചെയ്യുക വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് എന്ത് ചെയ്യുക നമ്മൾ എന്തുകൊണ്ട് ഈ ജോലിക്ക് സ്യൂട്ടബിൾ ആകുമെന്നുള്ളതിൻ്റെ ഒരു മെയിൻ എലമെൻറ്റ് മെയിൻ ഇൻഫർമേഷൻ എന്ത് ചെയ്യും ഈ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ജോബ് ടൈറ്റിൽസ് പറയണം, പിന്നെ ഏത് സ്ഥാപനത്തിനാണ് വർക്ക് ചെയ്തതെന്നുള്ള ആ ഡീറ്റെയിൽസ് പറയണം, പിന്നെ എവിടെയാണുള്ള ഏത് സ്ഥലത്താണ് ആ സ്ഥാപനം എന്നുള്ള കാര്യം പറയുക, പിന്നെ എത്ര കാലം അവിടെ വർക്ക് ചെയ്തു ഇതൊക്കെ പറയുക. അതിൻ്റെ കൂടെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും ഓരോ ജോലിയിലും നിങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും കൂടെ പറഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും.
പിന്നെ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആക്ഷൻ വെർബുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം ആക്ഷൻ വെർബുകൾ യൂസ് ചെയ്യണം, റിസൾട്ടുകളെ ക്വാണ്ടിഫൈ ചെയ്യാനും കൂടെ ശ്രമിക്കണം. പിന്നെ ഉള്ളതാണ് എന്ത് ചെയ്യുക, സ്കിൽസിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ എബിലിറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ടെക്നിക്കൽ സ്കിൽസായിട്ട്, സോഫ്റ്റ്വെയർ സ്കിൽസായിട്ട്, ലാംഗ്വേജസ്, സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെയുള്ള പല ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സ്കിൽസിനെ നമുക്ക് ഇവിടെ എടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്കുള്ള എല്ലാ സ്കില്ലും ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഓരോ ജോലിക്കും എന്താണ് പറ്റുന്ന ആവശ്യമുള്ള സ്കിൽസ് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, അതിനകത്ത് നമ്മൾ പറയേണ്ടത്. ഇത്രയാണ് ഒരു റെസ്യൂമേക്കകത്തുണ്ട് മെയിൻ കമ്പോണൻറ്റുകൾ. ഇതിൻ്റെ കൂടെ വേറെ സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബ്രീഫായിട്ടുള്ള ബയോ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. റെഫറൻസ് എന്നുള്ള സെക്ഷൻ നമുക്ക് വേറെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അതൊക്കെ എന്താണ്, അത് ഓരോരുത്തരുടെയും ചോയ്സ് പോലെ ഇരിക്കും. അതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ, എഴുതാനുണ്ടെങ്കിലൊക്കെ നമുക്കത് വയ്ക്കാം. അച്ചീവ്മെൻറ്റ്സുകൾ വേറെ സെക്ഷനായിട്ട് വയ്ക്കാം. ബേസിക്കലി എന്താണ്, ആ ഒരു റെസ്യൂമേയുടെ ബാക്കി വരുന്ന എംബലിഷ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എക്സ്ട്രാ ഡീറ്റെയിൽസ് നമുക്ക് വയ്ക്കാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ 5 കമ്പോണൻറ്റുകൾ എന്ത് ചെയ്യണം, ഒരിക്കലും മിസ്സാവരുത്. ഈ 5 കമ്പോണൻറ്റ് നിർബന്ധമായിട്ടും റെസ്യൂമേക്കകത്ത് തന്നെ വേണം. കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടാവണം, ഒബ്ജക്റ്റീവ് ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, സ്കിൽസ് ഉണ്ടാവണം. ഈ 5 സെക്ഷൻസ് എന്താണ്, ഒരു കാരണവശാലും മിസ്സാവരുത്. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് റെസ്യൂമൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്, 80s ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ റെസ്യൂമെ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 80s എന്ന് വെച്ചാൽ എന്താണ്, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് 80s എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കമ്പനികളൊക്കെ നമ്മുടെ റെസ്യൂമേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഈ 80 സിസ്റ്റം എന്ത് ചെയ്യുന്നത്, 80 സോഫ്റ്റ്വെയർ എന്താ ചെയ്യുക, ഇത് കീവേഡ്സൊക്കെ വെച്ചുകൊണ്ട് റെസ്യൂമേഴ്സ് എന്ത് ചെയ്യും, റാങ്ക് ചെയ്യും. അപ്പം സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ ഒരു ഹ്യൂമൻ റിക്രൂട്ടർ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഈ 80s ഓൾമോസ്റ്റ് 75% റെസ്യൂമേഴ്സും റിജക്റ്റ് ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ 80s എന്നുള്ള കടമ്പ കടന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ റെസ്യൂമെ ഒരു റിക്രൂട്ടർ കാണുക പോലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ 80sനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുക. അപ്പോൾ എങ്ങനെയാണ് ഒരു 80s ഫ്രണ്ട്ലി റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളിനി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതൊരു ഫയലിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ റെസ്യൂമേക്ക് യൂസ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഒരു വേർഡ് ഫോർമാറ്റോ ഡോക്സ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഡോക് ഫോർമാറ്റ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് PDF ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഈ 2 ഫോർമാറ്റുകളിൽ ഏതെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് റെസ്യൂമെ എന്ത് ചെയ്യാൻ പാടില്ല, ഇമേജ് ആയിട്ടൊന്നും പടമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, റെസ്യൂമെ അപ്ലോഡ് ചെയ്യരുത്. ഒന്നെങ്കിൽ ഒരു PDF ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്സ് ഡോക്യുമെൻ്റ് ആയിട്ടാണ്, അത് വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെസ്യൂമെ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോണ്ടും ലേഔട്ടും ഒക്കെ എന്താണ്, സിമ്പിളായിട്ടുള്ള ഫോണ്ടും ലേഔട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന, ആൾക്കാരുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന തരത്തിലുള്ള, ഒത്തിരി കണ്ണടിച്ച് പോകുന്ന കളറൊന്നും യൂസ് ചെയ്യരുത്. സിമ്പിളായിട്ടുള്ള മിനിമലിസ്റ്റ് ഡിസൈൻസൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സിംഗിൾ കോളം ലേഔട്ടൊക്കെ വേണം ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഹെഡിങ്സ് യൂസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡിങ്സ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെയുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് മൈ ജേർണി പോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഒന്നും ചെയ്യേണ്ട ഈ ഒരു റെസ്യൂമേക്കകത്ത് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 80s അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്യുക. വർക്ക് എക്സ്പീരിയൻസ് പോലുള്ള സ്റ്റാൻഡേർഡ് ടൈറ്റിൽസ് യൂസ് ചെയ്യുക. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ കീവേഡ്സും കൂടെ റെസ്യൂമേക്കകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊരു പരസ്യം വായിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കീവേഡ്സ് ഉണ്ടായിരിക്കും. എംപ്ലോയീസ് നോക്കുന്ന ആവശ്യമുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സും കൂടെ നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് എന്ത് ചെയ്യുക, റെസ്യൂമയുടെ ഹെഡറിലും ഫുട്ടറിലും ഒരു സംഭവം നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം ഹെഡറും ഫുട്ടറും പലപ്പോഴും ഇത് സ്കാൻ ചെയ്യാതെ പോവുകയാണ് പതിവ്. അതുകൊണ്ട് ഹെഡറിലും ഫുട്ടറിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കരുത്. ആ ഒരു പേജിനകത്ത് തന്നെ എല്ലാ ഇൻഫർമേഷനും ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ അടുത്തായിട്ട് നോക്കുന്നതാണ് കീവേഡുകളെ പറ്റിയാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ മെയിൻലി കീവേഡ് എന്ന് പറയുമ്പം എന്താണ് എംപ്ലോയറുടെ ആവശ്യം എന്നുള്ളതാണ് ഈ കീവേഡ്സിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ കീവേഡ്സിനകത്ത് പലതരം കീവേഡുകളുണ്ടാകും, എസ്പെഷ്യലി ഹാർഡ് സ്കിൽസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറുകളൊക്കെ എക്സൽ, ഗ്രാഫിക് ഡിസൈൻ, പൈത്തൺ പോലുള്ള സോഫ്റ്റ്വെയർ നോളജ് എന്താണ്, അത് ഹാർഡ് സ്കിൽസ് ആയിട്ട് പറയും. സോഫ്റ്റ് സ്കിൽസ് ആയിട്ട് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള സംഭവം സോഫ്റ്റ് സ്കില്ലായിട്ട് വരും. പിന്നെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് IELTS, ടെസോൾ പോലുള്ള സർട്ടിഫിക്കേഷൻസ് ഇല്ലേ, അത് സർട്ടിഫിക്കേഷൻസ് എക്സ്ട്രാ കീവേഡ്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്കറിയാവുന്ന ടൂൾസ്, ക്യാൻവ, SPSS പോലുള്ള ടൂൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കീവേഡ്സിന് ഇതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും, ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ കീവേഡ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ പരസ്യം ഒന്ന് ശരിക്കൊന്ന് വായിച്ചാൽ മതി. ആ ജോബ് ആഡ് ശരിക്കൊന്ന് വായിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് ചില വാക്കുകളാണ് എന്ത് ചെയ്യുക,
കീവേഡ്സ് ആയിട്ട് വരിക. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന വേർഡ്സാണ് എന്ത് ചെയ്യുക, കീവേഡ്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ കീവേഡ്സ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട സ്ഥലം വെച്ചാൽ എല്ലായിടത്തും റെസ്യൂമേക്കകത്ത് മൊത്തം കീവേഡ്സ് വാരി വിതറാൻ പാടില്ല. കീവേഡ്സ് പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഒന്ന്, പ്രൊഫഷണൽ സമ്മറിക്കകത്ത് നിങ്ങൾ കീവേഡ്സ് പ്ലേസ് ചെയ്യണം. കുറച്ച് കീവേഡ്സ് എവിടെയൊക്കെ 1-2 കീവേഡ്സ് പരസ്യത്തിനകത്ത് കണ്ട 1-2 കീവേഡ്സ് ആ പ്രൊഫഷണൽ സമ്മറിക്കകത്ത് കൊണ്ടുവരണം. പിന്നെ സ്കിൽ സെക്ഷനകത്ത് ആ കീവേഡുകൾ 1-2 കൊണ്ടുവന്ന് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പറയുമ്പോഴും എന്ത് ചെയ്യണം, അവിടെയും ആ കീവേഡ്സ് കുറച്ചെണ്ണം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഇനി ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി AI ടൂൾസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് റെസ്യൂമെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി AI ടൂൾസ് ഉണ്ട്. അങ്ങനെ 1-2 AI ടൂൾസിൻ്റെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന AI ടൂൾസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി ഇതൊരു റെസ്യൂമയുടെ ഒരു ഡ്രാഫ്റ്റ് മോഡലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ ഒരു സിമ്പിളാണ്. ഈ ഡിസൈൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈസി ടു റീഡാണ്, സിമ്പിളാണ്, ഒത്തിരി കണ്ടൻറ്റൊന്നുമില്ല. പക്ഷേ ആവശ്യമുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ ഈ റെസ്യൂമേക്കകത്ത് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി എന്ത് ചെയ്യുക, ഈ ഇതുപോലൊരു ഫോർമാറ്റൊക്കെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് റെസ്യൂമെ പറ്റിയൊക്കെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓരോ ജോലിക്കും സെപ്പറേറ്റ് ആയിട്ട് റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. നല്ലതുപോലെ അധ്വാനിച്ച് പ്രിപ്പയർ ചെയ്ത് വർക്ക് ചെയ്ത് റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലതുപോലെ നല്ല എളുപ്പമുള്ള നല്ല ഇഷ്ടമുള്ള ജോലികളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.